ഹായ് ഗൈസ്, വെൽക്കം ടു വോയിസ് ഓഫ് കെ കെ. പ്ലൂട്ടോ. നീരജ് മാധവൻ പ്രധാന കഥാപാത്രത്തിലെത്തുന്ന അൽത്താഫ്, അജു വർഗീസ് അങ്ങനെ വലിയൊരു താരനിലയില്ല ഒരു സയൻസ് പ്ലസ് കോമഡി ഫിലിം എന്ന് തന്നെ പറയാം. ഇതിൽ പ്രധാനമായിട്ട് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇത്ര മാത്രമാണ്: ഒരു ഏലിയൻ ഭൂമിയിലേക്ക് എത്തുന്നു, അദ്ദേഹവുമായിട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ അവരുമായിട്ടുണ്ടാകുന്ന കുറേ രസകരമായ മൂമെൻറ്റ് കോമഡിയിലൂടെ നമ്മളിലേക്ക് എത്തിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ്. ആദ്യത്തിനാണ് സംവിധാനം ചെയ്യുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് ഷോ ആയിട്ടുള്ള സെലിബ്രിറ്റീസിനും അതുപോലെ ഇവർക്കുമായിട്ടുള്ള ഷോസിൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാനിപ്പോൾ കണ്ട റിവ്യൂ ആയിട്ട് ബന്ധപ്പെട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ. ഞാൻ മനസ്സിലാക്കുന്നത് സെലിബ്രിറ്റീസിനും അതുപോലുള്ള ആൾക്കാർക്കുള്ള ഫസ്റ്റ് ഷോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അതിലെല്ലാവരും നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത്. അജു വർഗീസിന് അദ്ദേഹത്തിൻ്റെ അജു വർഗീസിൻ്റെ ക്യാരക്ടറെക്കുറിച്ചൊക്കെ നന്നായിട്ട് എടുത്തു പറയപ്പെടുന്നുണ്ട്. അപ്പോൾ തിയേറ്ററിൽ പോയി ചിരിക്കാൻ പറ്റുന്ന നല്ലൊരു പടമാണ്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സബ്ജക്റ്റ് കൊണ്ടിരുന്നത്. ആദിത്യ എന്ന് പറയുന്ന ഒരു ഡയറക്ടറുടെ ഒരു പൊട്ടൻഷ്യലും കൂടി നമുക്കിത് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ നിങ്ങളെപ്പോലെ ഞാനും നാളെ തിയേറ്ററിൽ പോയി ഒരു ഫിലിം കാണും. ഫിലിം കണ്ട് നൂറുകണക്കിന് ആൾക്കാർ റിവ്യൂ പറയുന്നുണ്ടാവും, പ്രമുഖരല്ലാത്തവരും. ഒരു റിവ്യൂ പറയുന്ന വ്യക്തി ആവരുത് നിങ്ങളെ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ഒരു റിവ്യൂ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഫിലിം കാണണോ തീരുമാനിക്കാൻ പാടില്ല. ഓരോരുത്തരും വ്യത്യസ്ത രീതിയിലായിരിക്കും ടേസ്റ്റുകൾ. അപ്പോൾ ഒരാൾ പറയുന്നതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിങ്ങളാരും അങ്ങനെ ചെയ്യില്ല എന്ന് ചിന്തിക്കുന്നു. പേഴ്സണലി എനിക്ക് പറയാനുള്ള ഒരു കാര്യം കൂടി, ഒരു ചിത്രത്തെയും അല്ലെങ്കിൽ അതിൻ്റെ സംവിധാനം, പ്രൊഡക്ഷൻ, ഇതുപോലെ ആൾക്കാർ നൂറുകണക്കായ സ്വപ്നങ്ങളാണ്. നമുക്ക് ഫിലിം പേഴ്സണലി ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ല എന്നും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്നും പറയാം. അല്ലാതെ ഒരാളുടെ പ്രതീക്ഷയെ, ഒരാളുടെ സ്വപ്നങ്ങളെ കീറി മുറിച്ചുകൊണ്ട് ഒരു കലാരൂപം എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ നമ്മുടെ ഇന്നത്തെ സൊസൈറ്റി ഏറ്റവും കൂടുതൽ എൻ്റർടൈൻമെൻറ്റായിട്ട് പ്രതീക്ഷിക്കുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ടതാണ് ഫിലിം ഇൻഡസ്ട്രി. അപ്പോൾ ചില റിവ്യൂവേഴ്സിൻ്റെ റിവ്യൂയെ പേടിച്ചുകൊണ്ട് സംവിധായകനും നിർമ്മാതാവിനും ആക്ടേഴ്സിനും അഭിനയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മലയാള ഫിലിം ഇൻഡസ്ട്രിയെ എത്തിക്കരുത് എന്നുകൂടി സാധാരണ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോവുക, ഫിലിം കാണാൻ ശ്രമിക്കുക. ഞാനും എൻ്റെ അഭിപ്രായങ്ങൾ പറയാം. എന്നാൽ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറയും. അപ്പോൾ ഒരു റിവ്യൂസിൻ്റെയും റിവ്യൂ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആവരുത് നിങ്ങളൊരു ഫിലിം കാണണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഓക്കെ, നാളെ നമുക്ക് തിയേറ്ററിൽ പോയിട്ട് വന്നിട്ട് കാണാം. ബൈ.